മഹാനായ സയ്യിദ് അവർകൾ നമുക്ക് സാദാത്തിനോടുള്ള സ്നേഹം ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുള്ളവർക്ക് അവിടത്തിൻ്റെ മക്കളും പേരമക്കളുമായ സാദാത്തിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അതേസമയം അവിടുത്തെ ഒരു സാധാരണ മനുഷ്യനായി കാണുന്നവർ സാദാത്തിനെയും സാധാരണക്കാരായി കാണും. സുന്നികൾ സാദാത്തിനെ നന്നായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോൾ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ഉൾക്കൊള്ളുന്ന വിശ്വസിക്കുന്ന ആർക്കും സാദാത്തിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന മഹത്തായ ആയത്തിൻ്റെ ഒട്ടനവധി തഫ്സീറുകളിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന് ചെറിയ വാക്കാണ് പ്രത്യക്ഷത്തിലെങ്കിൽ പോലും ഒരുപാട് ആശയങ്ങളെ ഒരുമിച്ച് ഉൾക്കൊള്ളുക എന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ്. അൽ കൗസറിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് ഇത്ര വലിയ സന്താന പരമ്പര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളൊക്കെ വഫാത്തായി പോയപ്പോൾ അബത്തർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് അവഹേളിച്ച് നിന്ദിച്ച് പരിഹസിച്ചിരുന്ന ടീമിന് മറുപടി പറയുന്നത് അല്ലാഹു തആലയാണ്. ഇങ്ങനെ അൽ കൗസറായി എണ്ണിയാൽ തീരാത്ത വിധം ലോകത്തിൻ്റെ ഏതു ഭാഗത്തും ഈമാനികമായ പ്രകാശം പരത്തുന്നതിനും നിലനിർത്തുന്നതിനുമായി അല്ലാഹു തആല സാദാത്തിനെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ പൂവത്തിക്കലും അവരെത്തി ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് എവിടെ പോയാലും അവിടെ വെളിച്ചമേകാൻ ഏതെങ്കിലും സയ്യിദ് അല്ലെങ്കിൽ സയ്യിദ് കുടുംബം തന്നെ ഉണ്ടാകും. ആ പ്രദേശത്തുകാർക്ക് അല്ലാഹു തആലയുമായി ബന്ധപ്പെടാൻ അടുക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധം നിലനിർത്താനും ശക്തിപ്പെടുത്താനുമുള്ള വലിയ വസീലകളാണ് അവിടത്തിൻ്റെ പേരമക്കളാകുന്ന സാദാത്ത്. ആലുൻ നബി ദരീഅതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം ഉൾതാ ബിയദിൽ യമീനി സഹീഫതി എന്ന് പറഞ്ഞ പോലെ അല്ലാഹുവിലേക്ക്, അല്ലാഹുവിൻ്റെ ഹബീബിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള വസീലകൾ ആണ് അവിടത്തിൻ്റെ പേരമക്കൾ. അവിടവുമായി ആ രക്തബന്ധമുള്ള മഹാരഥന്മാർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദീജ ഉമ്മ ബീവിയിൽ നിന്ന് ജനിച്ച സന്തതികളിലെ ആറാമത്തെ കുഞ്ഞാണല്ലോ മഹദിയായ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഈ സാദാത്തിനെ ലോകത്ത് നിലനിർത്താൻ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവർക്ക് ആണുങ്ങളെക്കാൾ വലിയ പവർ അല്ലാഹു തആല നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുകയും അവഗണിക്കുകയും തള്ളുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത് തങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ ഭവനത്തിൻ്റെ പരിസരത്ത് അല്ലാഹു തആലാക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തിൻ്റെ മുകളിലൂടെ ആ ചീഞ്ഞളിഞ്ഞ സാധനത്തെ, ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ സാധനത്തെ, അതിൻ്റെ മറുവും പെട്ടിയുമെല്ലാം ഉൾക്കൊള്ളുന്ന സാധനത്തെ ഇട്ട് പരിഹസിച്ച് കൈകൊട്ടിച്ചിരിച്ചിരുന്ന ടീമിൻ്റെ മുമ്പിൽ കുട്ടിയായിരുന്ന കാലത്ത് വന്ന് അവിടെയുള്ള
പുരുഷന്മാർക്ക് വരെ പൊക്കാൻ വേണമെങ്കിൽ പ്രയാസമുള്ള അത്രയും വെയിറ്റുള്ള സാധനത്തെ ആ മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വന്ന് പൊക്കി അങ്ങോട്ട് എടുത്തിട്ട് നന്നായി ശക്തമായി പ്രതികരിച്ചു. അബൂജഹൽ ഉൾപ്പെടെയുള്ള ടീമിന് പ്രതികരിക്കാൻ മിണ്ടാൻ കഴിഞ്ഞില്ല. ഈ വിധം ആണത്വം കാണിച്ച മഹാധീരയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ബോധ്യപ്പെടുത്തിയ മഹദിയായ ഫാത്തിമ ഉമ്മ ബിബി റളിയല്ലാഹു അൻഹക്ക് ആണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായി നൽകിയ ആ മകളിലൂടെ സന്താന പരമ്പര നിലനിർത്തി എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കുടുംബ ബന്ധം ചേരുക എന്ന അവസ്ഥ, ഈ ബഹുമാനം അള്ളാഹു നൽകിയത് വലിയ ബഹുമാനമുള്ള ഫാത്തിമത്തു ബദ്അത്തും മിന്നി എന്നവിടുന്ന് പ്രഖ്യാപിച്ച, എൻ്റെ ഒരു കഷ്ണമാണ് ഫാത്തിമ എന്ന് പ്രഖ്യാപിച്ച മഹദിയായ ഫാത്തിമ ഉമ്മ ബീബി റളിയല്ലാഹു അൻഹയുടെ സന്തതികൾ ആകുന്ന ഈ സാദാത്തിലെ ബഹുമാനപ്പെട്ട ഇപ്പോൾ റൂസ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മഹാനവറുകൾ ഇൽമിനെ വല്ലാതെ സ്നേഹിച്ച മഹാനാണ്. അവരുടെ എല്ലാ ആൺമക്കളെയും പേരമക്കളെയും ഇൽമിന്റെ മേഖലയിലേക്ക് നയിച്ചു. ഇൽമിന്റെ മേഖലയിൽ നിന്ന് മാറാൻ ശ്രമിച്ചാൽ വരെ അതിൽ പിടിച്ചു നിർത്തി, ഒതുക്കി നിർത്തി. എന്തിന്? അല്ലാഹു തആലക്ക് ഇൽമിനോടത്ര വലിയ മഹബത്താണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇൽമിനോട് വലിയ മഹബത്താണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് അവിടെ നിന്ന് ക്ഷീണിച്ച് കിടക്കുന്ന സമയത്ത് ഇൽമു പഠിക്കാൻ ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ ആവേശത്തോടെ എണീറ്റിരുന്ന് ആ സഫ്വാൻ എന്ന ചെറുപ്പക്കാരനെ, യാ റസൂലല്ലാഹ് ജിഅ്തു അത്ലുബുൽ ഇൽമ, ഇൽമു പഠിക്കാനാണ് ഇവിടുത്തെ സവിധത്തിലേക്ക് ഞാൻ വന്നത് എന്ന് പറഞ്ഞതോടെ ക്ഷീണം മാറ്റാൻ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ഷീണം മാറുകയാണ്. ആവേശത്തോടെ തങ്ങൾ എണീറ്റിരുന്ന് മർഹബൻ ബി ത്വാലിബിൽ ഇൽമ് എന്ന് പറഞ്ഞ് ഇൽമിന്റെ പഠിതാവായ മുതഅല്ലിമിനെ, അന്ത്യനാൾ വരെയുള്ള ഇൽമിന്റെ പഠിതാക്കളെ, മുതഅല്ലിമീങ്ങളെ മുഴുവൻ സ്വാഗതം ചെയ്യും വിധത്തിലുള്ള ആവേശകരമായ രംഗം ഹദീസുകളിൽ കാണാം. അതിന് കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫഇന്ന ത്വാലിബൽ ഇൽമി ലാ തഹുഫുൽ മലായിക വതുളില്ലുഹു ബിഅജ്നിഹതിഹാ ثم يركب بعضهم بعضا حتى يبلغ السماء الدنيا. ഇങ്ങനെ ഇൽമു പഠിക്കാനായി വന്ന മുതഅല്ലിമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രത്തോളം ആവേശം കാണിച്ചതും ഇങ്ങനെ സ്വാഗതം ചെയ്തതും പരിഗണിച്ചതും എന്തിൻ്റെ പേരിലാ? മുതഅല്ലിമിനെ, ഇൽമിന്റെ വാക്താക്കളെ മലക്കുകൾ നന്നായി ബഹുമാനിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. അതെ, മലക്കുകൾ അവരെ വലയം ചെയ്ത് ആകാശം തൊടുന്നത് വരെ ഒരു നിരയുടെ മുകളിൽ ഒരു നിരയായി മലക്കുകൾ അവരെ വലയം തീർത്ത് അവരെ സന്തോഷിപ്പിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. വദാലിക മിൻ മഹബ്ബതിഹിം ലിമാ യത്ലുബ്, ഇൽമിനോടുള്ള മലായികത്തിന്റെ വലിയ മഹബത്താണ്. ഇങ്ങനെ മഹബത്ത് വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുകൾ സ്നേഹിച്ചു. എന്തുകൊണ്ടാണ് മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇൽമിനെ മഹബത്ത് വെച്ചത്, മുതഅല്ലിമിനെ മഹബത്ത് വെക്കുന്നത്, ഇൽമിന്റെ വാക്താക്കളെ മഹബത്ത് വെക്കുന്നത്? അല്ലാഹു തആലാക്ക് വലിയ മഹബത്താണ്. ആ അല്ലാഹുവിനോടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മഹബത്തുള്ളവർക്ക് അതിനോട് ബഹുമാനായിരിക്കും. ഇതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അവിടത്തിൻ്റെ മുഴുവൻ മക്കളെയും പേരമക്കളെയും കാണാൻ തന്നെ നല്ല സന്തോഷം. അവരൊക്കെ ഇൽമു പഠിപ്പിച്ചു, ഇൽമിന്റെ ആളുകളാക്കി മാറ്റി. ഈ ഇൽമിനോടുള്ള സ്നേഹം അള്ളാഹുവോടുള്ള സ്നേഹമാണ്. ഈ സ്നേഹം പരത്തി. എന്നാലോ അവരും നന്നായി പഠിച്ചു. ഈ നാട്ടുകാർക്ക് അത്താണിയായി ജീവിക്കാൻ കഴിഞ്ഞു. അതേസമയം എന്ത് മസാലകൾ വന്നാലും
അവർക്ക് മറുപടി പറയാൻ കഴിയും വളരെ നിഷ്പ്രയാസം, രസകരമായി, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രസകരമായ ഉദാഹരണത്തിലൂടെ എല്ലാ കെട്ടുകളും അഴിച്ച് വിഷയങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിവുകൂടെയുള്ള മഹാനായിരുന്നു. നല്ല നല്ല ഉദാഹരണങ്ങൾ അവരിൽ നിന്ന് കിട്ടും. ഉദാഹരണ സഹിതം കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവരടുത്ത് ചെന്നാൽ സാധിക്കും. ഞാൻ കുറച്ച് കണ്ടു പരിചയമുണ്ട്. പാപ്പൻ്റെ അടുത്ത് വരുമ്പോഴും കുണ്ടൂരിൽ വരുമ്പോഴും ഒക്കെ ആയിട്ട് അല്പം സംസാരിച്ച് പരിചയമുണ്ട്. മഹാനായ ശൈഖുന ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിൻ്റെ ഒരു പ്രധാന ശിഷ്യനും കൂടെയാണ് സയ്യിദ് അവറുകൾ. കുണ്ടൂർ ഉസ്താദുമായി അടുത്ത ബന്ധം പുലർത്തിയവരാണ്. വലിയ ബന്ധം മറ്റ് ശിഷ്യന്മാർ പുലർത്തിയതിനേക്കാൾ എന്ന് പറയാം അടുത്ത ബന്ധം പുലർത്തിയവരാണ്. ഇങ്ങനെ നല്ല മനുഷ്യന്മാരുമായി നല്ല അടുത്ത ബന്ധം. ഞാനൊരു സയ്യിദാണ് എന്നുള്ള നിലക്ക് എനിക്ക് ഞാൻ തന്നെ മതി എന്നൊരു തോന്നലും അവർക്കില്ല. മറിച്ച് കുണ്ടൂർ ഉസ്താദിനെ വല്ലാതെ ബഹുമാനിച്ച് സ്നേഹിച്ച് കൂടെ കൂടി ആ സുഹബത്ത് കൊണ്ട് ഒരുപാട് നേടാനും അവർക്ക് സാധിച്ചു. ബുർദയോടുള്ള വലിയ മഹബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത്, എന്നും ബുർദ ചൊല്ലും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ബുർദ ചൊല്ലി മന്ത്രിക്കും. മന്ത്രത്തിൽ നല്ല വിശ്വാസം. ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും ഓതിയാൽ, മനസ്സറിഞ്ഞ് ഓതിയാൽ, മനസ്സറിഞ്ഞ് ദ്വാരന്നാൽ, മനസ്സറിഞ്ഞ് മന്ത്രിച്ചാൽ ഉത്തരമുണ്ട്, ഉപകാരമുണ്ട് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാനുഭാവനാണ് അവർ. ഇങ്ങനെയുള്ള ഈ നല്ല സ്വഭാവ ഗുണങ്ങൾ അവരെ സ്മരിക്കുമ്പോൾ നാം ഉൾക്കൊണ്ട് നമ്മുടെ ഈമാനിൻ്റെ അളവ് ഓരോ നിമിഷങ്ങൾ ജീവിതത്തിൽ പിന്നിടുമ്പോഴും ഈ അളവ് വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തുക എന്നത് നമുക്ക് വ്യക്തിപരമായ കടമയാണ്. ഇവർക്ക് അവരുടെ ജീവിതത്തിലെ ആ ജീവിത ശുദ്ധി കൊണ്ട്, നന്മ കൊണ്ട് അല്ലാഹു തആല നൽകിയ ഒരു പ്രതിഫലവും കൂടെയാണ് ഇത്ര വലിയൊരു സദസ്സ് ഈ നാട്ടുകാരും പരിസരവാസികളും അവിടുത്തെ മുഹിബ്ബീങ്ങളും അവിടുത്തെ സന്തതികളും ഒരുക്കാൻ അവർക്ക് മനസ്സ് നൽകിയതും തൗഫീഖ് നൽകിയതും. ഇത്രയും ജനങ്ങൾ, ചിലപ്പോൾ കാലാവസ്ഥ വരെ പ്രതികൂലമായിട്ട് പോലും ഇത്രയും ജനങ്ങൾ ഇതിലേക്ക് തടിച്ചുകൂടിയത് അവരുടെ നന്മയെ അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമായേക്കും. അതുകൊണ്ട് നമുക്കും അള്ളാഹു തആലയെ വേണ്ട പോലെ പിടിച്ച് അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞ് എല്ലാ തവജ്ജുഹുകളും അള്ളാഹുവിലേക്കാക്കി, ചെയ്യുന്നത് മുഴുവൻ അള്ളാഹുവിൻ്റെ വജഹിനാക്കി അള്ളാഹുവിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വർദ്ധിക്കാൻ ഈ പരിപാടി കാരണമാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ആ മഹാനുഭാവന്റെ ദറജ അള്ളാഹു തആല വർദ്ധിപ്പിക്കട്ടെ. നന്മകൾ പൂർണ്ണമായി ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ മക്കൾ, പേരമക്കൾ, മരുമക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അള്ളാഹു വലിയ തൗഫീഖുകളും ബറക്കത്തുകളും നൽകി അവരുടെ എല്ലാം മദതും പൊരുത്തവും വാങ്ങി, എല്ലാ സാദാത്തിൻ്റെയും പൊരുത്തം വാങ്ങി, എല്ലാ മഹാന്മാരുടെയും പൊരുത്തം വാങ്ങി ഈമാൻ രക്ഷപ്പെട്ട് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കുന്ന നല്ല അവസ്ഥയിലേക്ക് പടച്ച റബ്ബേ ഞങ്ങളെ മുഴുവൻ എത്തിച്ചു തരണേ അല്ലാഹ്. അവിടത്തിൻ്റെ ഉപ്പാപ്പമാരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ സാദാത്തിലേക്കും സയ്യിദാത്തിലേക്കും ഇതിൻ്റെ മിസ്ര എത്തിച്ച് അവരുമായൊക്കെ ഞങ്ങൾക്ക് മുറിയാത്ത ഒരു കണക്ഷൻ റബ്ബായ നീ ഈ മജ്ലിസിൻ്റെ കാരണം കൊണ്ട് നൽകി ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇവിടെ വന്നുകൂടിയ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി, ആവശ്യങ്ങൾ സാധിപ്പിച്ച്, കുറ്റങ്ങൾ പുറത്തു തന്ന്, കടങ്ങൾ വീട്ടിത്തന്ന്, മക്കളാവശ്യമുള്ളവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി, വീടാവശ്യമുള്ളവർക്ക് ലായിഖായ വീട് നൽകി, അങ്ങനെ ഗർഭിണികളുടെ പ്രസവം സന്തോഷത്തോടെ എളുപ്പമാക്കി, എല്ലാ വിഷയങ്ങളും കല്യാണം ആവശ്യമുള്ളവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകി, അങ്ങനെ മുഴുവൻ ഹലാലായ ആവശ്യങ്ങളും സാധിപ്പിച്ചു തരാൻ ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.